പൊന്നോണത്തെ വരവേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. മലയാളികളുടെ മുറ്റത്ത് പൂക്കളം ഒരുക്കുമ്പോൾ അതിന് നിറം പകരാൻ അയൽ സംസ്ഥാനത്തെ പൂപ്പാടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ നിറങ്ങളുടെ വസന്തമാണ്. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ടൺ കണക്കിന് പൂക്കളാണ് ഗുണ്ടൽപേട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്നത്. മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പാടശേഖരങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ അധ്വാനത്തിന്റെ വിളവെടുപ്പ് ആവേശത്തിലാണ് ഇവിടുത്തെ കർഷകർ. ഓണത്തിന് മാത്രം ഇത് ഉണ്ടാക്കുന്നത്. കുറെ മലയാളികളെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന, ആഘോഷിക്കുന്ന, എല്ലാം ചെയ്യുന്ന മലയാളികൾ നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട്. ഇത് ഒരു കിലോക്ക് ഇവിടെ വന്നാൽ 40 റുപ്യ, 80 റുപ്യ, 60 റുപ്യ ഓരോരുത്തർ വന്നിട്ട് ഓരോ രീതിയിൽ ബലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഓണപ്പൂക്കളങ്ങളിൽ പ്രധാനിയായ ചെണ്ടുമല്ലിയാണ് ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഒപ്പം സൂര്യകാന്തിയും വാടാമല്ലിയും കൃഷിയിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗുണ്ടൽപേട്ടിന് ചുറ്റുമുള്ള ഏകദേശം 250ഓളം ഗ്രാമങ്ങളിലാണ് പൂക്കൃഷി സജീവമായി നടക്കുന്നത്. സാധാരണഗതിയിൽ 30 മുതൽ 40 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന ചെടികളാണിവ. നിലമ്പൂർ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങൾ വഴി കേരളത്തിലെ പ്രമുഖ മാർക്കറ്റുകളിലേക്കാണ് ഈ പൂക്കൾ പ്രധാനമായും എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രതിസന്ധികൾ മാറി ഇത്തവണ മികച്ച വിളവും നല്ല വിലയും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വരും ദിവസങ്ങളിൽ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പൂക്കളുടെ ഒഴുക്കായിരിക്കും. പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ പാടങ്ങൾ പൂക്കർഷകർക്ക് പ്രതീക്ഷയുടെ ഓണക്കാലം കൂടിയാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.